അപ്പം ഇന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കല്ല, കൂടെ അയിനൂസും കൂടി ഉണ്ട്. എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന കേട്ടോ. എന്നെ സഹായിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അവൾ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഞാൻ ഉള്ളി സവാളയൊക്കെ എടുത്ത് ഹാളിലോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ വന്നതാട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി പച്ചമുളകും തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ പോയി എടുത്തിട്ട് എല്ലാ അടുക്കളയിലും വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. മിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാനെല്ലാം കുത്തി ചതച്ചിട്ടാട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ കുറച്ചേ ചതച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ എല്ലാം കൂടി ചതച്ചിട്ട് സവാള നല്ലോണം വാടി വന്നപ്പോൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുരുമുളക് പൊടി ഒന്നും ഇനി ഉണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ മസാല ഞാൻ പൊതുവെ ചേർക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെ ചിക്കൻ പൊരിച്ചിട്ടാട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് കയറി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ തട്ടിക്കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും, വാടിയല്ല, ചിക്കൻ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കാണ്ടിരിക്കണം കേട്ടോ നല്ലത്. കാരണം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഇളക്കിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം കൈയോടെ കഴുകി വെച്ചിട്ട് ആ ഗ്യാസിൻ്റെ അവിടെയും കഴുകി വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം വെക്കാം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കള വാതിലും പൂട്ടി നേരെ റൂമിലോട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.